വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി ടി വി. ഇന്നിവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് കാർ പ്രോപ്പറായിട്ട് ജംപ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കാർ, അതായത് ഇതല്ല ഇത്, ഓക്കെ, എൻ്റെ ആൾട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് ബാറ്ററി ഡൗൺ ആയി, ഒരു രക്ഷയില്ല, ഓൺ പോലും അടിയുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ജംപ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം, എന്നാലും അറിയാത്തവർ ചിലരുണ്ടാവും, അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ, അതേപോലെ എനിക്ക് കുറച്ച് വ്യൂസ് ആയിക്കോട്ടെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് വണ്ടിയുടെയും ഇഗ്നീഷൻ ഓഫാക്കി വെക്കുക. അതിനുശേഷം നമ്മളെ ബാറ്ററി ഡൗൺ ആയ കാറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, അതായത് റെഡ് ആണെന്നുണ്ടാകുക പോസിറ്റീവ് ടെർമിനൽ, ഓക്കെ, ജമ്പർ വയറുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ പ്രോപ്പറായിട്ട് നല്ല കണക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഡോണർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ രണ്ട് ടെർമിനലും കൂട്ടിമുട്ടാതെ നോക്കുക, അതായത് ഷോർട്ട് സർക്യൂട്ട് ആകാതെ നോക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡോണർ ബാറ്ററിയുടെ നെഗറ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് വയർ ഘടിപ്പിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ കേടായ ബാറ്ററിയുടെ ഡയറക്റ്റ്ലി നെഗറ്റീവ് കണക്ട് ചെയ്യരുത്. ഇവിടെ സ്പാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും എൻജിൻ്റെ, അതായത് എർത്ത് എൻജിൻ്റെ ഏതെങ്കിലും നല്ലൊരു ബോൾട്ടോ നല്ലൊരു പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ഘടിപ്പിക്കുക. ഈ നെഗറ്റീവ് ടെർമിനൽ ഡയറക്റ്റ്ലി ബാറ്ററിയിൽ കൊടുക്കാത്തതിന് കാരണമുണ്ട്, അതായത് സ്പാർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ മാത്രം അവിടെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. ചിലപ്പോൾ അധികം ഭൂരിപക്ഷം ഒന്നും സംഭവിച്ചെന്ന് വരില്ല. എന്നാലും അതായത് കറക്റ്റ് വേ ഓഫ് ജംപ് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് കാറിൻ്റെ എർത്തിന് കൊടുക്കുക. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറയാൻ എൻജിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇരുമ്പ്, അതായത് നമുക്ക് ഈ ഒരു ബോൾട്ടിന് കൊടുക്കാം, ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയോ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് വേ ഓഫ് കണക്ഷൻ. എൻജിൻ്റെ അടുത്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് എൻജിൻ ബെൽറ്റുമായിട്ട് ഈ വയറൊന്നും കുടുങ്ങിപ്പോവാതെ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡോണർ കാറിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഡോണർ കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് എൻജിൻ റൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. പെർഫെക്റ്റ്, സ്റ്റാർട്ടായി. ചെയ്യേണ്ടത് നമ്മൾ കണക്ട് ചെയ്ത രീതി ഓർമ്മയില്ലേ, അതേപോലെ അയക്കുക. അതായത് ഫസ്റ്റ് പോസിറ്റീവ് അയക്കുക, ഓക്കെ, അടുത്തതായി നെഗറ്റീവ് അയച്ചു മാറ്റുക. ഇനി കുറച്ച് കൂടി RPM എന്ത് ചെയ്യുക, ഈ ബാറ്ററി ചാർജ് ആകുന്നവരെ വണ്ടി ഒന്ന് റൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഓഫാക്കരുത്. ദാറ്റ്സ് ഓൾ. നല്ല ചൂടാ, വെയിലുകൊണ്ട് ഉയർത്തുപോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ അധികം ആളും ചെയ്യുന്നത് ഞാൻ കണ്ടു വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അധികം ആളും ഡയറക്റ്റ്ലി ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും പരസ്പരം കണക്ട് ചെയ്യും. അതൊരു തെറ്റായ മാർഗ്ഗമാണ്. പകരം എന്ത് ചെയ്യുക, എൻജിൻ്റെ ഏതെങ്കിലും നല്ലൊരു പോർട്ട് നോക്കി കണക്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. കീപ് വാച്ചിങ്. ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ഫർഹാൻ ബിൻ ഫാസിൽ സൈനിങ് ഔട്ട്. ബൈ.